ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാദംബരിക്കൊരു ചെറിയ സംശയമുണ്ട്. കിരണിയും അതുപോലെ തന്നെ കിരൺ സാറിനെ അതുപോലെ തന്നെ കല്യാണിയൊക്കെ വിളിച്ചതിന് കുഴപ്പമില്ല, അവരൊക്കെയാണല്ലോ വർക്ക് ചെയ്തത്. പക്ഷേ എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കല്യാണി സമാധാനിപ്പിക്കുകയാണ്, ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി ആയതുകൊണ്ട് വിളിച്ചതായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലവൾ തൃപ്തിയാവുകയാണ്. അതേസമയം പ്രകാശനും അമ്മയും കൂടെ ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പം പ്രകാശിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്. പ്രകാശ എന്ന് വിളിക്കുന്ന സമയത്ത് പ്രകാശൻ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത് ലിപ്സ്റ്റിക്കൊക്കെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് കാർത്തിക മോള ഇതൊക്കെ വാങ്ങിക്കൊണ്ട് തന്നത്. അപ്പം പ്രകാശൻ പറയുന്നുണ്ട്, എൻ്റെ കാര്യമൊന്നും കണ്ടില്ലല്ലോ, അമ്മ നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ടും മുണ്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേർക്കും ഉദ്ഘാടനത്തിന് ധരിക്കാനുള്ള വസ്ത്രമൊക്കെ കാർത്തിക വാങ്ങിച്ചു കൊടുത്തതാണ്. പുതിയ മോഡലിലുള്ള ഷർട്ടും പിന്നെ കസവ് മുണ്ടും. പിന്നെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 10 വയസ്സൊക്കെ കുറവുള്ളതുപോലെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോടാ, എനിക്കും അങ്ങനെ തോന്നി. പിന്നെ ഇല്ലേ, ഈ വേഷത്തിലും ഭാവത്തിലൊക്കെ നേരെ അങ്ങോട്ട് കല്യാണിയുടെ വീട്ടിലോട്ടേക്ക് കയറി ചെല്ലണം. എന്നിട്ട് നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, അവളുടെ മുമ്പിൽ നമുക്ക് നിൽക്കണം. അല്ല, ഇപ്പം എന്നെ കണ്ട അവളെക്കാളും പ്രായം കുറവാണെന്നല്ലേ തോന്നത്തുള്ളൂ. അപ്പോൾ പ്രകാശം മറുപടിയൊന്നും പറയുന്നില്ലെങ്കിലും പരിഹാസത്തോടെ അയാൾ ചിരിക്കുകയാണ്. എൻ്റെ അമ്മേ, അവൾ അവിടെ ജോലി ചെയ്ത് നരകിക്കുകയല്ലേ, എന്നാലും നമുക്ക് വല്ലാത്തൊരു നിധി തന്നെയാണ് ദൈവം കൊണ്ടുതന്നത്. അപ്പോൾ ഭാനുമതിയും പറയുന്നുണ്ട്, നിധി കാക്കുന്ന ഭൂതാടാ കാർത്തിക മോള്, ആ ഭൂതത്തോടെ എന്ത് ചോദിച്ചാലും തരും. അത് കേട്ടപ്പം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പ്രകാശം പറയുന്നുണ്ട്, നമ്മുടെ മോന് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അപ്പം ഭാനുമതി പറയാണ്, അതൊക്കെ പുഷ്പം പോലെ നമ്മുടെ മോൾ ഇറക്കിക്കൊണ്ടുവരും. നോക്ക്, അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ തരികിട പണിയൊക്കെ നിർത്താൻ പറഞ്ഞേക്കണം. ഭാനുമതി പറയാണ്. അപ്പം പ്രകാശനും പറയുന്നുണ്ട്, അമ്മേ, ഞാനതൊക്കെ അവനോട് ജയിലിൽ പോയി കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇനി അവൻ ഒരിക്കലും അങ്ങനെ നടക്കില്ല അമ്മേ. അപ്പോൾ ഭാനുമതി പറയാണ്, ശരിയാ, ഇനി എല്ലാം നന്നായി വരും. പിന്നെ അവിടെ ഈ അച്ചാറും കിച്ചാറും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിച്ചു നിൽക്കണമെന്ന് മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ലടാ, അതിന് ശമ്പളം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രകാശനും പുഞ്ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞത് ഒരു 10-25,000 തരാമെന്നാ. ഓ, ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഭാനുമതിക്ക് പണം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. AC മുറിയിൽ ചുരുണ്ടുകൂടി കിടക്കാലോ നമുക്ക്, അതൊക്കെ തന്നെ ഒരു ഭാഗ്യമല്ലയോ. അതും 3 നേരം നല്ല സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ചുകൊണ്ട്, പിന്നെ മരുന്നും കുഴമ്പും ഒക്കെ വാങ്ങിച്ചു തരുന്നുമുണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ചെയ്തു തരാത്ത കാര്യങ്ങളാണ് എനിക്ക് ആ കൊച്ചു ചെയ്തു തരുന്നത്. ആ കൊച്ചു ദീർഘായുസ്സായിട്ടിരിക്കട്ടെ, സുഖമായിട്ടിരിക്കട്ടെ. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, വാ നമുക്ക് പോവാം. എടാ 1 മിനിറ്റ് എന്നെ ഒന്ന് നോക്ക്, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ സൂപ്പറായിട്ടുണ്ടെന്ന്. വീണ്ടും പ്രകാശം പോകാൻ വരുമ്പോഴേക്കും ഭാനുമതി പറയുന്നുണ്ട്, എടാ നമുക്കൊരു സെൽഫി പിടിച്ചാലോ? എന്തോന്ന് സെൽഫി? ഓ, അതൊക്കെ പഠിച്ചല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം ഫോൺ എടുത്തിട്ട് കുഞ്ഞു നിന്നിട്ട് അമ്മയുടെ ഹൈറ്റിനനുസരിച്ചിട്ട് സെൽഫിയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അതേസമയം താഴെ കാർത്തിക ഓമനേച്ചിയോട് പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക രണ്ടും. അതെ അതെ, എന്നോടും അധികാരം കാണിക്കാൻ തുടങ്ങി. ഓമനേച്ചി ഇപ്പോഴൊന്നും പറയണ്ട, നമുക്ക് സംസാരിക്കാനുള്ള സമയം വരും, അപ്പോൾ തിരിച്ച് സംസാരിച്ചാൽ മതി. അപ്പോഴേക്കും മുകളിൽ നിന്നും പ്രകാശനും അമ്മയും താഴേക്ക് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും താഴേക്ക് വന്നപ്പോഴേക്കും കാർത്തിക പുകഴ്ത്തുകയാണ്, ഓ, രണ്ടാളും അങ്ങ് മാറിപ്പോയല്ലോ, ഇങ്ങനെ വേണം ഒരുങ്ങാൻ. അപ്പോഴേക്കും ഭാനുമതി ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെയുണ്ട് മോളെ? മോള് വാങ്ങിച്ചു തന്ന സാരിയാണ്. അപ്പോൾ കാർത്തിക ഓമനേച്ചിയോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് നോക്കാം ഓമനേച്ചി, അമ്മൂമ്മമാരായാൽ ഇങ്ങനെ വേണം. ഓമനേച്ചിയേക്കാളും പ്രായം കുറവാണെന്നേ പറയൂ. അപ്പോൾ പ്രകാശൻ അമ്മയെ നോക്കിയിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പം കാർത്തിക പറയുന്നുണ്ട്, അച്ഛനും പ്രായം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. അത് പിന്നെ ചെറുപ്പമാവണ്ടേ മോളെ, അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതല്ലേ, നമ്മൾ നമ്മളുടേതായ ഒരു അന്തസ്സ് കാണിക്കണ്ടേ. അപ്പോൾ ഭാനുമതി ചോദിക്കുന്നുണ്ട്, ഇന്ന് ഉദ്ഘാടനമായിട്ട് മോളുടെ അമ്മ വരുമോ മോളെ? അപ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മയൊക്കെ വന്നിട്ട് നാട മുറിച്ചിട്ട് പോയി കിളവി. ആ, അമ്മയ്ക്ക് പിന്നെ അവിടെ നല്ല തിരക്കാ, അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞിരുന്നു, എന്നാലും ഇടയ്ക്ക് വരും. അപ്പം പ്രകാശനും പറയുന്നുണ്ട്, ഞാൻ മോളുടെ അമ്മയെ കാണണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുക. ഞാനും അച്ഛനെക്കുറിച്ചൊരു നല്ല വിവരണം നടത്തിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേട്ടപ്പോൾ പ്രകാശനൊരു സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഭാനുമതി പറയുന്നുണ്ട്, മോളെ, അമ്മയെ കൊണ്ടുവന്ന് ഇവിടെ നാട്ടിൽ നിർത്ത്, എന്തിനാ അങ്ങ് തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയി കിടത്തുന്നത്? അവിടെയൊന്നും ഒട്ടും കൊള്ളത്തില്ല, ഞങ്ങൾ കുറച്ചു കാലം അവിടെ താമസിച്ചതാ. അത് കേട്ടതും ശരിക്കും പ്രകാശ് ഷോക്കാവുകയാണ്. അവർ കാർത്തികയോട് അങ്ങനെ പറഞ്ഞത് പ്രകാശിൻ്റെ മുഖം വല്ലാതെ ആവുകയാണ്. കാരണം പ്രകാശൻ ഇതുവരെ തമിഴ്നാട്ടിലൊന്നും പോയിട്ട് കൂടിയില്ല എന്നാണ് കാർത്തികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാർത്തികയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് പ്രകാശിന് അറിയില്ലല്ലോ. അപ്പം ഭാനുമതി മകനെ നോക്കുന്ന സമയത്ത് അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ ഭാനുമതിക്ക് മനസ്സിലാവുകയാണ്. അപ്പം കാർത്തിക ചോദിക്കുന്നുണ്ട്, അല്ല, അമ്മുമ്മ തമിഴ്നാട്ടിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് തന്നെ ഭാനുമതി പ്ലേറ്റ് തിരിച്ചിടുകയാണ്. അല്ല, എൻ്റെ ഒരു അനിയത്തി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു കാലം അവളുടെ കൂടെ പ്രസവാവശ്യത്തിനും അങ്ങനെയൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു പരിചയം. അമ്മ അങ്ങനെ തിരുത്തി പറഞ്ഞപ്പോഴാണ് പ്രകാശിന് സമാധാനമായത്. അപ്പോൾ ഭാനുമതി പറയുന്നുണ്ട്, എന്തായാലും ആ നാടിനേക്കാളും നല്ലത് നമ്മുടെ നാട് തന്നെയാണ്. മോളുടെ അമ്മ വന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാൻ ഒരാളായല്ലോ. എന്തായാലും എന്നോട് സംസാരിക്കുന്ന ആരും തന്നെ എന്നെ വിട്ട് പിരിഞ്ഞു പോവത്തേയില്ല, അത്രയ്ക്ക് ഇഷ്ടം എന്നോട് സംസാരിച്ചിരിക്കാൻ എന്നൊക്കെ ഭാനുമതി ഇങ്ങനെ സ്വയം പുകഴ്ത്തുകയാണ്. അപ്പോൾ പ്രകാശനും പറയുന്നുണ്ട്, അത് അമ്മ പറഞ്ഞത് കറക്റ്റാണ്.
അപ്പോൾ കാർത്തിക ഒന്ന് ചെറുതായിട്ട് എരിവ് കയറ്റി കൊടുക്കുകയാണ്. കാർത്തികൻ പറയുന്നുണ്ട്, സത്യം പറയാലോ, ഞാൻ ഇതിനിടയിൽ 1-2 പ്രാവശ്യം ചെന്നൈയിലേക്ക് പോവേണ്ടിയിരുന്നതാ. പക്ഷേ നിങ്ങളിവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പോവാനേ തോന്നുന്നില്ല, പ്രത്യേകിച്ച് അമ്മൂമ്മയോട് കൂടി സംസാരിച്ചിരിക്കുമ്പോൾ. അത് കേട്ടതും ഭാനുമതി സന്തോഷത്തോടെ പറയാണ്, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് മോളുടെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ, പിന്നെ ചെന്നൈയിലോട്ടേക്ക് പോവേ വേണ്ട. അപ്പോൾ കാർത്തിക സന്തോഷത്തോടെ പറയാണ്, ഇന്ന് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ, അമ്മൂമ്മയും അച്ഛനും ഒക്കെ അതിൽ പങ്കാളികളാവണം. അത് മാത്രമല്ല അവിടുത്തെ മേൽനോട്ടമൊക്കെ നിങ്ങൾ വഹിക്കുകയും വേണം. പിന്നെ ഫുഡിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ആ സെക്ഷൻ കൈകാര്യം ചെയ്യുകയും വേണം. കമ്പനിക്ക് മെച്ചമുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. അത് പിന്നെ പറയാനുണ്ടോ, മോളുടെ കമ്പനി നമ്മുടെയും കൂടെ കമ്പനിയല്ലയോ, അതുകൊണ്ട് ആരെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ചാൽ അതൊക്കെ ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം. പിന്നെ ഫുഡ് രുചിച്ച് നോക്കി ഞാനൊരു അഭിപ്രായം പറഞ്ഞാലുണ്ടല്ലോ, അതൊരു 1.5 പറച്ചില്ല. അവരിങ്ങനെ അവരെ തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക ആസ്വദിച്ച് കേട്ട് നിൽക്കുകയാണ്. അപ്പോഴും ഭാനുമതി പറയുന്നുണ്ട്, ഞാൻ രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഒത്തുപിടിച്ച് നിന്നാൽ നമ്മുടെ കമ്പനി ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായി മാറും. അല്ലട പ്രകാശ, പിന്നെ അല്ലാതെ. മോളിന് ഞങ്ങൾക്ക് ശമ്പളം തന്നില്ലെങ്കിലും മോളുടെ വളർച്ചയാണ് ഈ ഞങ്ങളുടെ ലക്ഷ്യം. പ്രകാശൻ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് പോയാലോ. അപ്പോഴേക്കും ഭാനുമതി ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ രണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ പിന്നാലെ കാർത്തികയും ഓമനേച്ചി ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. കാർത്തിക നേരെ ഓഫീസിലെത്തിയതും അവിടെ ഓഫീസിലെ ചെയറിൽ കയറി ഇരിക്കുകയാണ്. അപ്പോഴേക്കും കാർത്തികയുടെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നിട്ടുണ്ട് മുൻ ഭർത്താവും അമ്മായി അമ്മയും. കാർത്തിക അമ്മയോട് പറയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, ഭർത്താവ് എന്ന പേര് പോലും അവനെക്കുറിച്ച് പറയരുത്. അതുപോലെ തന്നെയാ ആ അമ്മായി അമ്മയും. അവർ വെറുപ്പോടെ പറയാണ്. അപ്പം കാർത്തിക പറയുന്നുണ്ട്, നാട മുറിപ്പിക്കേണ്ട ആളെ കൊണ്ട് തന്നെ മുറിപ്പിച്ച് കഴിഞ്ഞില്ലേ, ഇനിയെല്ലാം പ്രഹസനമല്ലേ. 5 തിരിയിട്ട വിളക്കുണ്ട്, അതിൽ 2 തിരി കൊളുത്തുന്നത് പ്രകാശനും പ്രകാശൻ്റെ അമ്മയുമാണ്. അപ്പം ലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സരസ്വതി കടാക്ഷമുള്ള ഇവിടെ ആ 2 എണ്ണവും കാലെടുത്ത് വെക്കാൻ പാടില്ലാത്തതാ. കാലെടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അമ്മേ. ഇനിയിപ്പോൾ ഓരോ പ്രൊഡക്ട്സിൻ്റെയും മേൽനോട്ടം കൊടുക്കാൻ പോകുന്നത് അമ്മയുടെ അമ്മായി അമ്മയ്ക്കാ. അത്യാവശ്യം നന്നായിട്ട് പാചകം അറിയുന്ന കൂട്ടത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ലക്ഷ്മി പറയാണ്, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പാചകം മാത്രമല്ല, അവർക്കറിയാത്തതായിട്ട് ഒന്നുമില്ല. അവരുടെ അമ്മ ഒരുത്തിയുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയാ ഈ പ്രകാശ് എന്ന് പറയുന്നവൻ്റെ മനസ്സിലേക്ക് അന്ധവിശ്വാസം കുത്തി നിറച്ചത്. പെണ്ണിനെ വെറുക്കാൻ പഠിപ്പിച്ചത് അവരൊക്കെ കൂടെയാ. അപ്പം കാർത്തിക പറയാ, സാരമില്ല, അയാൾക്ക് അതിനുള്ള തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് പെണ്ണൊരുത്തി തന്നെയാ. ആണിനേക്കാൾ മെച്ചം പെണ്ണാണെന്ന് പലതവണ അയാൾക്ക് ബോധ്യപ്പെട്ടതാ, എങ്കിലും അയാൾക്കത് അംഗീകരിക്കാൻ മടിയാ. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, ആണും പെണ്ണും നല്ലവരാ മോളെ, പക്ഷെ അവരെ വേർതിരിക്കുന്നവരാ പ്രശ്നക്കാർ. അപ്പോഴേക്കും വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട്, ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിട്ടുണ്ട്, വരുന്നില്ലേ. അമ്മയ്ക്ക് കാണാൻ കഴിയില്ലല്ലോ, കാർത്തിക പറയുന്നുണ്ട്. അപ്പം വക്കീൽ പറയാണ്, അമ്മ ദൂരെ മാറി നിന്ന് കണ്ടാൽ മതി. കാണണം. അവരുറച്ച തീരുമാനത്തോടെ പറയാണ്, പ്രതീക്ഷയോടെ നിൽക്കുന്ന ദൈവനിന്ദ കാട്ടുന്നവരെ എനിക്കും കാണണം. അമ്മയോട് യാത്ര ചോദിച്ച് വക്കീലിൻ്റെ കൂടെ തന്നെ കാർത്തികയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതേസമയം ഭാനുമതി അവിടെയുള്ള ജോലിക്കാരോടൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തമിഴ്നാട്ടിൽ എൻ്റെ കൊച്ചിൻ്റെ കമ്പനിയെ വളർന്ന് പന്തലിച്ച് നിൽക്കുക. ഇവിടെയൊക്കെ നിൻ്റെയൊക്കെ നോട്ടക്കുറവ് കാരണം എന്തെങ്കിലും ഉണ്ടായാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. അതെ, അതൊക്കെ എന്നെയും എൻ്റെ മോനെയും ബാധിക്കുന്നത്, ഞങ്ങളെയല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാം കള്ളക്കൂട്ടങ്ങളാ, അതുകൊണ്ട് പറഞ്ഞതാ. പ്രകാശനോട് ശബ്ദം താഴ്ത്തി അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും കാർത്തികയും അഡ്വക്കേറ്റും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴും ശബ്ദം താഴ്ത്തി ഭാനുമതി മകനോട് പറയാണ്, കൂടെ വരുന്ന കരടിയെ കണ്ടോ, അവനാണ് ഉപദേശകൻ. ആ സ്ഥാനത്ത് നീ ഇടിച്ച് കയറിക്കോണം, അവനൊന്നും ഓടിയാ മുറുക്കരുത്. ഭാനുമതി മകനെ ഉപദേശിക്കുകയാണ്. അപ്പോഴേക്കും കാർത്തിക അടുത്തേക്ക് വന്നപ്പം ഭാനുമതി പറയുന്നുണ്ട്, മുഹൂർത്തമായി മോളെ, എങ്കിൽ അച്ഛൻ തന്നെ ആദ്യത്തെ തിരി കൊളുത്തട്ടെ. അത് കേട്ടതും വിനയത്തോടെ പ്രകാശൻ പറയുന്നുണ്ട്, അയ്യോ അമ്മ അങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അപ്പം ഭാനുമതി അഭിമാനത്തോടെ പറയാണ്, എന്നും എൻ്റെ മോൻ അങ്ങനെയാണ്, അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് മറ്റെന്തും. അപ്പോൾ ഭാനുമതി പറയുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല പ്രകാശ, നീ കൊളുത്തിയിട്ട് ഞാൻ കൊളുത്താം. എന്നാലും അങ്ങനെയല്ലല്ലോ, മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ. പ്രകാശൻ്റെ തത്വം പറച്ചിൽ കേട്ടപ്പോൾ കാർത്തികയും അഡ്വക്കേറ്റും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അതിനുശേഷം ഭാനുമതി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എൻ്റെ മോനെ ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല, ഞാൻ തന്നെ കൊളുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആദ്യത്തെ തിരി കൊളുത്തുകയാണ്. പിന്നാലെ തന്നെ കാർത്തിക പറഞ്ഞത് പ്രകാരം പ്രകാശനും അത് കഴിഞ്ഞിട്ട് കാർത്തികയും അഡ്വക്കേറ്റും അവസാനത്തെ തിരി കൊളുത്താൻ വേണ്ടിയിട്ട് 5ാമത്തെ തിരി കൊളുത്താൻ വേണ്ടിയിട്ട് അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയുടെ കയ്യിലാണ് കാർത്തിക കൊടുക്കുന്നത്. പക്ഷേ അത് ഭാനുമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ മാറി നിന്ന് ലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും തിരി കൊളുത്തുമ്പോൾ ഓരോന്നാണ് പ്രാർത്ഥിക്കുന്നത്. ലക്ഷ്മി ഭാനുമതി തിരി കൊളുത്തിയപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മോളുടെ കമ്പനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറണേ. അത് കഴിഞ്ഞ് മനസ്സിൽ വിചാരിക്കുകയാണ്, അതുകൊണ്ട് ഞാനും എൻ്റെ മോനും രക്ഷപ്പെടും. പ്രകാശനാണെങ്കിൽ വിക്രത്തിനെ ഇറക്കാൻ വേണ്ടി ഈ ഒരു കമ്പനി മുഖാന്തരവും കാർത്തിക മുഖാന്തരവും സാധിക്കണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അവസാനത്തെ തിരി കൊളുത്തിയ ആ ചേച്ചിയെ കണ്ടിട്ട് ഭാനുമതി ദേഷ്യത്തോടെ പ്രകാശനോട് പറയുന്നുണ്ട്, അവൾ തൊഴിലാളിയല്ലേ, അവളെ കൊണ്ട് ഇതിനെ തിരികത്തിച്ചത്.
മിണ്ടാതിരി അമ്മേ, പ്രകാശൻ ശബ്ദം താഴ്ത്തി പറയാണ്. ഇതൊക്കെ ലക്ഷ്മി കണ്ടിട്ട് പകയോടും പ്രതികാരത്തോടും കൂടി മാറി നിൽക്കുകയാണ്. അതേസമയം റോണിയെയും കൂട്ടിക്കൊണ്ട്, അതായത് നമ്മുടെ മനോഹറിനെയും കൂട്ടിക്കൊണ്ട് ജ്വല്ലറിയിലേക്ക് പോയതാണ് നിഷ. അപ്പം അവിടെ വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് മനോഹർ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, ഇത് ജെൻസിനുള്ളതല്ലേ, ഇതെന്തിനാണ് നോക്കുന്നത്? അപ്പം പെട്ടെന്ന് തന്നെ നിഷ പറയുന്നുണ്ട്, എന്തായാലും റോഹിയേട്ടൻ കെട്ടി നോക്കൂ, എങ്ങനെയാണ് ഇഷ്ടപ്പെടുമെന്നൊക്കെ നോക്കാം. അപ്പം മനോഹർ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിൽ, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും, ഞാൻ ഈ ജ്വല്ലറിയിലൊന്നും പോവാറില്ല, അതുകൊണ്ട് തന്നെ എനിക്കിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ പിന്നെ എടുത്ത് ചാടിയിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ പണം കൊടുക്കും കേട്ടോ. അപ്പം അത് കേട്ടപ്പോൾ നിഷയ്ക്ക് ഭയങ്കര സങ്കടമാവാണ്. പിന്നെ അതിലെന്തൊരു ത്രില്ലുള്ളത്, ഞാൻ എൻ്റെ റോഹിയേട്ടന് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് വാങ്ങിത്തരുന്നതല്ലേ, അപ്പോൾ പിന്നെ ഞാനല്ലേ പേ ചെയ്യേണ്ടത്? എന്തായാലും എനിക്ക് ഗോൾഡ് എടുക്കണം. സാധാരണ ഞങ്ങൾ ഈ ജ്വല്ലറിയിലല്ല വരാറുള്ളത്. പിന്നെ ഞാനിങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ തരുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കല്യാണം കഴിയുന്നത് വരെ ഞാൻ തരുന്ന ഈ ഒരു ഗിഫ്റ്റ് റോണിയേട്ടൻ്റെ കയ്യിൽ കാണണം. അപ്പം മനോഹർ തന്ത്രത്തിൽ പറയാണ്, ഒന്നാമത് ഈ എൻഗേജ്മെൻറ്റിൻ്റെ റിങ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ ബ്രേസ്ലെറ്റും കൂടെ കിടക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? നിഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ തർക്കിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് വാങ്ങിക്കാം. അപ്പോഴും നിഷ പറയുന്നുണ്ട്, റോണിയേട്ടന് ഞാനീ വാങ്ങിത്തരുന്ന ബ്രേസ്ലെറ്റിൽ നിരാശയൊക്കെ ഉണ്ടെങ്കിലും എനിക്കിത് വാങ്ങിത്തന്നേ പറ്റൂ. ഈ ജ്വല്ലറിയിൽ വലിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞങ്ങളിവിടെ അല്ലല്ലോ വരാറുള്ളത് എന്നൊക്കെ നിഷ പറയുമ്പം മനോഹർ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. എന്തായാലും റോണിയേട്ടൻ വരാൻ പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം മനോഹർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവളോട് പറയാണ്, എനിക്ക് വിശ്വാസമുള്ള ജ്വല്ലറി ഇത്, പക്ഷെ മനസ്സിൽ വിചാരിക്കുന്നത് ഈ നാട്ടിൽ എൻ്റെ മുഖപരിചയമില്ലാത്ത 2 or 3 ജ്വല്ലറിയേ ഉണ്ടാവുള്ളൂ, അതിലൊന്നാണിത്. അപ്പം മനോഹർ വേഗം പറയാണ്, ഏതായാലും അമ്മയെ കൂടെ കൂട്ടായിരുന്നു, അമ്മയ്ക്കും അച്ഛനും കല്യാണം വിളിയുണ്ട്, പിന്നെ റോണിയേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് വരണ്ടാന്ന് അമ്മ തന്നെ തീരുമാനിച്ചേ. സ്വർണത്തിനോടൊന്നും റോണിയേട്ടന് വലിയ താല്പര്യമില്ലാന്ന് അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി. അപ്പം മനോഹർ പറയുന്നത്, കൂടുതലൊന്നും വേണ്ട. കൂടുതലൊന്നും ഇല്ല, എനിക്കൊരു 100-110 പവൻ തരാമെന്ന് അമ്മയും അച്ഛനും നേരത്തെ തീരുമാനിച്ചതാ. അത് കേട്ടപ്പോൾ മനോഹറിൻ്റെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. പിന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യം അറിയാലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് കരുതി വെച്ച കുറച്ച് സ്വർണ്ണമുണ്ട്, അതുകൂടെ എനിക്ക് കിട്ടും. അത് കേട്ടപ്പോൾ ശരിക്കും മനോഹറിന് ഡബിൾ ലോട്ടറി അടിച്ച സന്തോഷമാണ്. പക്ഷെ അതൊന്നും പുറമെ പ്രകടിപ്പിക്കാതെ ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ അത് ലോക്കറിൽ വെച്ച് ചേച്ചിക്ക് തന്നെ കൊടുത്താൽ പോരെ മോളൂ? അതൊന്നും പറ്റില്ല, തന്നെ ഇഷ്ടത്തിന് പോയവള് എന്തിനാ സ്വത്തും പണമൊക്കെ മോഹിക്കുന്നേ? അതും ശരിയാണ്, മനോഹർ അവൾ കേൾക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് സ്വയം ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഒരു 10-150 പവൻ കയ്യിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതനുസരിച്ചുള്ളൊരു താലിമാല കൊടുക്കണമല്ലോ, അതിനു വേണ്ടിയുള്ള പണം സംഘടിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. ബഗാസുരനെ ഒന്ന് കുടഞ്ഞെടുക്കാം, മനോഹർ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ ജ്വല്ലറിയുടെ വാതിൽ തുറന്നിട്ട് 2 ആൾക്കാർ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, സോണിയും ആൽബിയുമാണ്. അത് കണ്ടതും മനോഹർ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശബ്ദം താഴ്ത്തിയിട്ട് സോണി ആൽബിയോട് പറയുന്നുണ്ട്, അവനെ അറിയോ? മനോഹർ സരയുൻ്റെ ഹസ്ബൻഡാ. അപ്പോൾ ആൽബി തിരിച്ചു ചോദിക്കുകയാണ്, പക്ഷേ അടുത്തിരിക്കുന്നത് സരയു അല്ലല്ലോ? അല്ല, അടുത്ത പുളിങ്കൊമ്പി കയറി പിടിച്ചു എന്നാണ് തോന്നുന്നേ. അപ്പം മനോഹർ വിചാരിക്കുകയാണ്, ഈശ്വര പെട്ടല്ലോ. എന്നിട്ട് വേഗം തന്നെ നിഷയോട് പറയുന്നുണ്ട്, മോൾ ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യും, എൻ്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ട്, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം നിഷ തിരിഞ്ഞു നോക്കുമ്പം ആൽബിയും സോണിയും കാണുന്നുണ്ട്. എന്താ പുതിയ ഏർപ്പാട്? അടുത്ത് വന്നപ്പോൾ സോണി മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, ചതിക്കരുത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വിവാഹ, അവരുടെ വിവാഹത്തിന് സ്വർണ്ണം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുവന്നതാ ഞാൻ. അപ്പോൾ സോണി ചോദിക്കുകയാണ്, ഗേൾ ഫ്രണ്ട് ആണോ അതോ പുതിയ വൈഫാവാൻ പോകുന്ന പെണ്ണാണോ? സത്യമായിട്ടും അല്ല, മനോഹർ പേടിയോടെ പറയാണ്. അതിനുശേഷം ആൽബിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആൽബി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാണ്ട് പറയാണ്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് തന്നെ പറ്റി, അതുകൊണ്ട് പിന്നെ ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് എൻ്റെ കൈ വൃത്തികേടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിന്നെപ്പോലുള്ളവരെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ്. അപ്പോൾ സോണിയോട് പറയുന്നുണ്ട്, ഉടനെ തന്നെ പർച്ചേസ് കഴിഞ്ഞു പോവും, വേണ്ട ഇവിടെ തന്നെ താമസിച്ചോ, നിനക്ക് സ്വർണവും പണവും സ്വത്തും ഒക്കെ അല്ലേ വേണ്ടത്, അതുകൊണ്ട് രാത്രി ഇവിടെയുള്ള സ്വർണ്ണങ്ങളൊക്കെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയിക്കോ, എങ്കിലെങ്കിലും നിൻ്റെ അത്യാഗ്രഹം മാറുമല്ലോ. മനോഹർ തിരിഞ്ഞ് നിഷയെ നോക്കുന്ന സമയത്ത് നിഷ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് വേഗം അവരുടെ അടുത്ത് നിന്ന് വന്നിട്ട് നിഷയുടെ അരികിലിരിക്കുകയാണ്. അതുപോലെ തന്നെ സോണിയും ആൽബിയും വലിയ മൈൻഡൊന്നും കൊടുക്കാതെ അവരുടെ കാര്യം നോക്കിയിട്ട് പോയിട്ട് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിഷ മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ ഒന്ന് പരിചയപ്പെടുത്താഞ്ഞേ? മോൾ ഇതൊക്കെ എടുക്കുന്ന തിരക്കിലല്ലേ, പിന്നെ അവൻ അമേരിക്കക്കാരൻ പയ്യനാ, പിന്നെ പെൺകുട്ടി എൻ്റെ സുഹൃത്താ. അടുത്ത സുഹൃത്തൊന്നുമല്ല, പിന്നെ പയ്യൻ അമേരിക്കക്കാരനായതുകൊണ്ട് അമേരിക്കൻ മലയാളികൾ തമ്മിലുള്ളൊരു സൗഹൃദം സൂക്ഷിക്കണമല്ലോ. അവരെ തന്നെ നോക്കിക്കൊണ്ട് സോണി ആൽബി ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. അവനാ പാവം പെങ്കൊച്ചിനെ കൊടുക്കിയെന്നാണ് തോന്നുന്നത്. എങ്കിൽ പിന്നെ നിനക്കിപ്പോൾ തന്നെ ആ പെങ്കൊച്ചിനോടെല്ലാം ചെന്ന് പറഞ്ഞൂടായിരുന്നോ? ആൽബി ചോദിക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറയേണ്ടവർ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ മനോഹർ നോക്കുന്ന സമയത്ത് സോണി ആൽബി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവനൊരു ടെൻഷൻ ആവുന്നുണ്ട്. മനോഹർ ചിന്തിക്കുന്നത്, ഇത് എന്തായി തീരോ എന്തോ, നാശങ്ങൾക്ക് വരാൻ കണ്ട സമയം,
മൊത്തത്തിൽ കൊളായിക്കണു. നിഷ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ റോഹിയേട്ടനൊരു വിഷമം? ഏയ് ഒന്നുമില്ല, അവർ വന്നതിന് ശേഷം എന്തോ ഒരു വാട്ടമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ അടുത്ത റിലേറ്റീവിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് ഈ പെൺകുട്ടിയും ഭർത്താവും താമസിക്കുന്നത്. അവരിനിയിപ്പോൾ നമ്മുടെ കല്യാണം അറിയും. അതിനെന്താ കുഴപ്പം? നിഷ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരെയൊന്നും ഞാൻ നമ്മുടെ കല്യാണം വിളിച്ചിട്ടില്ല. തുച്ഛമായ ആൾക്കാരെ ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവരെയും വിളിക്കണം. സത്യം പറഞ്ഞാൽ അമേരിക്കയിലേക്ക് പോയതിന് ശേഷം വളരെ ബന്ധുക്കളൊക്കെ ആയിട്ടൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ പുതുക്കുന്നത്? അപ്പം നിഷ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കുകയാണ്. അപ്പം വീണ്ടും വീണ്ടും നോക്കുന്ന സമയത്ത് സോണിയ ആൽബി അവനെ തന്നെ നോക്കുകയാണെന്ന് അവന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നിഷയോട് പറയുന്നത്, നമ്മൾ വന്നിട്ട് ഒരുപാട് നേരമായി, കുഴപ്പമില്ല, ഇപ്പം തന്നെ തീരും, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. മനോഹർ ശരിക്കും വേർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോണിയ ആൽബി നോക്കി നിൽക്കുന്നത് കണ്ടിട്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.